കായംകുളത്ത് പാമ്പുകടിയേറ്റ് യുവതി മരിച്ച സംഭവത്തിൽ താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് ചികിത്സാവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതി. സംസ്ഥാന സെക്രട്ടറി നൌഫൽ ചെമ്പകപ്പള്ളിയാണ് പരാതി നൽകിയത്. യുവതിക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും കായംകുളം ഡിവൈഎസ്പിക്കും പരാതി നൽകിയതെന്ന് നൌഫൽ ചെമ്പകപ്പള്ളി പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ യുവതിക്ക് ദാരുണമായി അന്ത്യം സംഭവിക്കാനുണ്ടായ സാഹചര്യം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഏറെ ദുഃഖം നൽകുന്ന ഈ ഒരു അവസരത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രി ഈ രോഗിക്ക് വേണ്ട ഒരു അവകാശം നിഷേധിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. രോഗിയുടെ അവകാശമാണ് ചികിത്സ എന്നുള്ളത്. അത് നിഷേധിക്കപ്പെടുക എന്നുള്ളത് നമുക്കൊട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസ് പൂർണ്ണമായും നടന്നിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 പ്രകാരം ഇവർക്ക് എതിരെ കേസെടുക്കണം. ഡ്യൂട്ടി ഡോക്ടർ, അതോടൊപ്പം തന്നെ സ്റ്റാഫ് നേഴ്സ്, ഇവരെ പ്രതിയാക്കി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി ഇത്തരത്തിൽ ഒരു ഗതി മറ്റൊരു ആൾക്കും ഉണ്ടാവാൻ പാടില്ല. കായംകുളം താലൂക്ക് ആശുപത്രി നമുക്കെല്ലാവർക്കും അറിയാം, നിരന്തരമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇഞ്ചക്ഷൻ മാറിവെച്ച് ഉണ്ടായ സാഹചര്യം നമുക്കറിയാം. ഇങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ നേരിടുന്ന കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉടനടി കാണേണ്ടതാണ്. അതിന് ഗവൺമെൻറ് ഇടപെടണം. ഈ ആവശ്യം നമ്മൾ വീണ്ടും ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനോട് ഒരു ആവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അടിയന്തരമായി ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കണം. അടിയന്തര സാഹചര്യത്തിൽ ഒരു 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കണം. ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ്. ഇത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായി ഒരു യുവതി മരണപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കുടുംബം അനാഥമായിരിക്കുകയാണ്. ഇതിന് ആരാണ് ഉത്തരവാദി? വളരെ ലാഘവത്തോടെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ അത് ഗൗരവത്തിൽ തന്നെ എടുക്കണമെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. പോലീസ് അധികാരികളോട് സൂചിപ്പിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം.